Hi friends, welcome back Mano handwork design. ഇന്ന് ഈ വാളിൽ ചെയ്തേക്കുന്ന ഒരു സ്റ്റെൻസിൽ വർക്കാണ്. അതായത് കിച്ചണിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഈ സ്റ്റെൻസിൽ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്ന ആണ്. അത് കപ്പും സൗസറും ആയിട്ടുള്ള സ്റ്റെൻസിലാണ്. അത് കോംബോ ആയിട്ടാണ് വരുന്നത് എല്ലാ സ്റ്റെൻസിലും. നമ്മൾ ആ സ്റ്റെൻസിൻ്റെ അളവും കാര്യങ്ങളും എടുത്ത് ഒരു സ്ക്വയർ ആക്കിയിട്ട് ആ സ്ക്വയറിലാണ് നമ്മൾ എല്ലാ സ്റ്റെൻസിലും ഓരോ ടൈലിൽ എങ്ങനെയാണോ ചെയ്തേക്കുന്നത് അതേപോലെ നമ്മൾ സ്ക്വയറിൽ ചെയ്ത് എടുത്തേക്കുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ എക്സാടെക്സിൻ്റെ എക്സ്ട്രീനോ എന്ന് പറഞ്ഞ സ്മൂത്തായിട്ടുള്ള ഒരു അല്പം തരി കൂടിയ ഒരു മെറ്റീരിയലാണ്. നല്ല പ്രൊഡക്റ്റാണ്. സ്റ്റെൻസിൽ വർക്കിന് എനിക്ക് വേറൊരു പ്രൊഡക്റ്റായിട്ട് ഉപയോഗിക്കാൻ തന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റായിരുന്നു ഈ എക്സാടെക്സിൻ്റെ എക്സ്ട്രീനോ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു മെറ്റീരിയൽ. സ്റ്റെൻസിൽ വർക്കിന് പറ്റിയ നല്ല പ്രൊഡക്റ്റാണ്. നമ്മൾ ആ ഒരു ഭിത്തിയിൽ, അതായത് കിച്ചണിൻ്റെ ഒരു ഭിത്തിയിൽ പഴയ രീതിയിലൊരു ഭിത്തിയായിരുന്നു. അതിപ്പോൾ എല്ലാം പൊളിഞ്ഞ് എല്ലാം പോയപ്പം അത് ലെവൽ ചെയ്യാനായിട്ട് ടൈല് ഒട്ടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു നോക്കിയപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെൻസിൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തു വരുത്തി. അങ്ങനെ ഫുള്ള് എക്സാടെക്സിൻ്റെ ഫൈൻ ബുട്ടി ഫുള്ള് ആദ്യം നമ്മൾ കറക്റ്റായിട്ട് ലെവലിൽ വലിച്ചിട്ട് എക്സാടെക്സിൻ്റെ ഫൈൻ ബുട്ടി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ടേപ്പ് ഒട്ടിച്ച് അതൊരു ലെവലിൽ ആക്കി. അതായത് നമ്മൾ സ്റ്റെൻസിൻ്റെ അളവെടുത്ത് കറക്റ്റാക്കിയിട്ട് ഓരോ സ്റ്റെൻസിൻ്റെ അളവെടുത്താണ് നമ്മളിത് സ്ക്വയർ രൂപത്തിലാക്കിയതും. പിന്നെ ഈ സ്റ്റെൻസിൽ ഇങ്ങനെ എക്സാടെക്സിന് നോക്കി നല്ല സ്മൂത്തായിട്ടുള്ള ഒരു അല്പം തരിയുണ്ട്, പക്ഷേ പെർഫെക്റ്റായിട്ട് നമുക്കൊരു അക്ഷരങ്ങൾ പോലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന. പിന്നെ ഈ പേപ്പർ പിടിക്കുമ്പോഴൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്ത് പേപ്പർ ഇട്ട് പിടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സാധാരണ 150 വാട്ടർ പേപ്പർ ഇട്ട് പിടിച്ചാലും പക്കാ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. അതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു പുട്ടിയും കൂടാണ് നമ്മുടെ എക്സാടെക്സിൻ്റെ എക്സ്ട്രീനോ എന്ന് പറഞ്ഞ പുട്ടി. പിന്നെ ഇത് നമ്മൾ പേപ്പർ പിടിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ലൈറ്റ് ഗ്രീൻ എന്ന് വെച്ചാൽ ആ ഒരു കിച്ചണിലേക്ക് മാച്ചിങ് ആകുന്ന രീതിയിലുള്ള ഒരു കളറാണ് നമ്മൾ ഇതിൽ അടിക്കുന്നതും. പിന്നെ അതിൻ്റെ ടോപ്പ് കോട്ട് മെറ്റാലിക്കുമാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. മെറ്റാലിക് ഗ്രീൻ, അതിൻ്റെ ഡാർക്ക് മെറ്റാലിക്കാണ് അതിൽ ടോപ്പ് കോട്ടായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം മൊത്തം വീഡിയോ കണ്ട് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ. ടൈല് ഒട്ടിച്ച് നമുക്കത് വലിയ എമൗണ്ടിലേക്ക് പോകാതെ നമുക്ക് മീഡിയം രീതിയിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ എക്സാടെക്സിൻ്റെ എക്സ്ട്രീനോ. അപ്പോൾ സ്റ്റെൻസിൽ വർക്കാണ്. അപ്പം വീഡിയോ കണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓൾ കേരള നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ചില ഭാഗങ്ങളിൽ കിച്ചണിൽ ടൈലൊട്ടിക്കാൻ പറ്റാത്ത പൊടിഞ്ഞു പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് സ്റ്റെൻസിലുകൾ ചെയ്ത് നമുക്കിങ്ങനെ ഒരു മീഡിയം ചിലവിൽ പ്രീമിയം ലുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റും കൂടെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.